നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ബീഫ് കറി തയ്യാറാക്കുന്നതിന് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാറുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും ചെറിയ ഉള്ളിയും 2 സവാളയും നീളത്തിലരിഞ്ഞതും ചേർത്തിളക്കാം. ഇതിലേക്ക് ഒരു 6-7 പച്ചമുളക് കൂടി നീളത്തിലരിഞ്ഞത് ചേർത്തിളക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് ഇളക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇളക്കാം. ഞാനിതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ബീഫ് കറി ചേർത്തിളക്കാം. കുറുകിയ ചാറോടുകൂടിയുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.